നമസ്കാരം. ഇറാനെതിരെ യുഎസും ഇസ്രയേലും ആക്രമണം തുടങ്ങിയ ശേഷം സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റവും അധികം കാത്തിരുന്നത് ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിന്റെ പ്രതികരണമായിരുന്നു. ഒടുവിൽ 12-ാം ദിനം ആ പ്രതികരണം എത്തിയിരിക്കുകയാണ്. ഇറാനെതിരായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ടാണ് ഉത്തര കൊറിയ രംഗത്തെത്തിയത്. ഇറാനെതിരെ യുഎസും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾ നിയമവിരുദ്ധമെന്നും ലോകസമാധാനം തകർക്കുകയും ആഗോള തലത്തിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുമെന്നും ഉത്തര കൊറിയ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ ഖമേനിക്ക് ഉത്തര കൊറിയ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനിലെ ജനതയുടെ തിരഞ്ഞെടുപ്പിനെ കിം ജോങ് ഉൻ പിന്തുണയ്ക്കുന്നതായും ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്ത് തന്നെ അപൂർവം രാജ്യങ്ങളുമായി മാത്രം ബന്ധമുള്ള ഉത്തര കൊറിയ ഇറാനുമായി നേരത്തെ ബന്ധം സ്ഥാപിച്ചതാണ്. 2024 ഏപ്രിലിൽ ഉത്തര കൊറിയൻ വാണിജ്യ മന്ത്രി യൂൻ ജോങ് ഹോ നയിച്ച മന്ത്രിതല പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തിയിരുന്നു. വ്യാപാര സാമ്പത്തിക മേഖലകളിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ആ ചർച്ചകൾ. മേഖലയിൽ റഷ്യ വഴിയാണ് ഉത്തര കൊറിയ ഇറാനുമായി ബന്ധം സ്ഥാപിച്ചത്. പുടിനുമായി കിം ജോങ് ഉന്നിന് മികച്ച ബന്ധമാണുള്ളത്. മേഖലയിൽ ഇറാന്റെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് റഷ്യ. യുഎസ് പലപ്പോഴും ഒരുമിച്ച് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾ കൂടിയാണ് റഷ്യയും ഇറാനും ഉത്തര കൊറിയയും. ചൈന, ഇറാൻ, ഉത്തര കൊറിയ, അതായത് റഷ്യക്കൊപ്പം ഉത്തര കൊറിയ മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ചൈന. കോവിഡ് കാലത്ത് ഉത്തര കൊറിയയിൽ എന്താണ് നടക്കുന്നതെന്ന് ലോകം അറിഞ്ഞില്ല എങ്കിലും ചൈനയുടെ വാക്സിൻ അടക്കം രാജ്യത്തെത്തി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കിം ജോങ് ഉൻ അനന്തരാവകാശി എന്ന് കരുതപ്പെടുന്ന മകൾ കിം ഉജോനോടൊപ്പം ബെയ്ജിങ്ങിൽ ട്രെയിനിങ്ങിനായി ഇറങ്ങുന്ന ദൃശ്യങ്ങളും കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രചരിച്ചിരുന്നു. കിം പതിവായി പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് ബെയ്ജിംഗ് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിലവിൽ മുസ്തഫ ഖമേനിയെ അംഗീകരിച്ച് പ്രസ്താവന ഇറക്കിയ രാജ്യങ്ങളിലൊന്നാണ് ഈ ചൈന. ഇപ്പോൾ അതേ വഴിയെ കിം ജോങ് ഉന്നും എത്തിയിരിക്കുകയാണ്. കിം ഇറാന് സൈനിക പിന്തുണ നൽകുമോ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. അതായത് റഷ്യക്കായി ഉക്രൈനെതിരായ പോരാട്ടത്തിൽ ഉത്തര കൊറിയൻ സൈനികർ പങ്കാളിയാകുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉക്രൈൻ യുദ്ധമുഖത്ത് റഷ്യക്കൊപ്പം 8,000-ലേറെ ഉത്തര കൊറിയൻ സൈനികരുണ്ട് എന്നാണ് യുഎസ് ആരോപണം. അതുപോലെ തന്നെയാണ് ഇറാന് വേണ്ടി ഉത്തര കൊറിയൻ സൈനികരും രംഗത്തിറങ്ങുമോ? ഇറങ്ങില്ലെന്നാണ് വിലയിരുത്തൽ. കാരണം റഷ്യയല്ല ഇറാൻ, ഉക്രൈനല്ല അമേരിക്ക. അതുതന്നെയാണ് യഥാർത്ഥ കാരണം.